നിശ്രേയസം എന്നതിനെ ഒന്ന് വിശദീകരിക്കാമോ? നിര്, നിസ് ഉപസർഗപൂർവകമായ ശ്രേയ ശബ്ദമാണ് നിശ്രേയ. പൂർണ്ണമായ, നിശേഷണയുള്ള, പരിപൂർണമായ ശ്രേയസ്സാണ് നിശ്രേയസം. എന്താണ് ശ്രേയസ്? ശ്രേയസ് ആത്യന്തികമായ ദുഃഖനിവൃത്തിയാണ്. നിരതിശയമായ സുഖപ്രാപ്തിയാണ്. ആത്യന്തികമായ ദുഃഖനിവൃത്തി, നിരതിശയമായ സുഖപ്രാപ്തി, അതാണ് നിശ്രേയസ്. മോക്ഷം എന്ന് പറയാം, അല്ലെങ്കിൽ പരമമായ സ്വാതന്ത്ര്യം എന്ന് പറയാം. പരമമായ സ്വാതന്ത്ര്യം. അവിദ്യയിൽ നിന്ന്, അജ്ഞാനത്തിൽ നിന്നുള്ള മോചനം എന്ന് പറയാം. ഒക്കെ ശരിയാണ്. അതിനെ തന്നെയാണ് പരമപുരുഷാർത്ഥം, മോക്ഷം എന്നൊക്കെ ശാസ്ത്രങ്ങളിൽ പല പ്രകാരം പറയുന്നത്. ശ്രദ്ധിക്കുക. മനുഷ്യൻ്റെ മുമ്പിൽ രണ്ട് മാർഗങ്ങൾ വരുന്നുണ്ട്. ശ്രേയശ്ച പ്രേയശ്ച മനുഷ്യമേതഃ. മനുഷ്യൻ്റെ മുമ്പിലേക്ക് ശ്രേയസിൻ്റെയും പ്രേയസിൻ്റെയും വഴികൾ വരുന്നുണ്ട്. തൗ സംപരീത്യ വിവിനക്തി ധീര. ധീരന്മാർ, ധീരനായിട്ടുള്ള ആള് അവയെ രണ്ടിനെയും നല്ലപോലെ അളന്ന് തൂക്കി വേർതിരിച്ച് ഏതാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളത് നിശ്ചയിക്കും. ധീരന്മാരല്ലാത്തവർ ഏതാണോ അപ്പോൾ അതിലങ്ങ് ചെന്ന് പെടും. അത്രയേ ഉള്ളൂ. അപ്പോൾ വളരെ വിവേകത്തോടു കൂടിയാകുന്നു മനുഷ്യൻ ജീവിതത്തെ നയിക്കേണ്ടത്. എന്തുകൊണ്ടെന്നാൽ തൻ്റെ മുന്നിൽ വരുന്ന ഒന്നിലധികമായ സാധ്യതകളിൽ നിന്ന് ഒന്നിനെ തിരഞ്ഞെടുക്കാനുള്ള അധികാരം മനുഷ്യനുണ്ട്. എന്തിനെ തിരഞ്ഞെടുക്കുന്നു അതിനനുസരിച്ചാണ് അവൻ്റെ ജീവിതഗതി. മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമാണ് തിരഞ്ഞെടുപ്പുകൾ. മറക്കരുത്.